ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് യൂണിറ്റ് 2-ൽ മീനിങ്, ഡെഫിനേഷൻസ്, ഫങ്ഷൻസ് ആൻഡ് എയിംസ് ഓഫ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടേമിന് ഒരുപാട് വൈഡായിട്ടുള്ള മീനിങ് ഉണ്ട്. സോ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലേൺ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. സോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഹ്യൂമൻ റേസിൻ്റെ സർവൈവലാണ് ആൻഡ് മെയിൻറ്റെയിൻ ഇറ്റ്സ് ഇൻ്റലക്ച്വൽ ആൻഡ് കൾച്ചറൽ ട്രഡീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് എൻലൈറ്റൻഡ് സിവിലൈസേഷൻ. അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. ഇനി എന്താണ് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ലാറ്റിൻ വേർഡായിട്ടുള്ള എഡ്യൂക്കെയർ എന്ന് പറഞ്ഞ ഒരു ടേമിൽ നിന്നാണ്. അതായത് വിച്ച് മീൻസ് ടു നറിഷ് എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓൾസോ ഫ്രം ദ ലാറ്റിൻ വേർഡ് എഡ്യൂക്കോ മീൻസ് മീൻസ് ഔട്ട് ഓഫ് ആൻഡ് ഡ്യൂക്കോ മീൻസ് എന്താണ്, ടു ലീഡ് എന്നാണ് മീൻ ചെയ്യുന്നത്. സോ ദ മെയിൻ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈസ് ടു ഡ്രോ ഔട്ട് റാദർ ദാൻ ടു പുട്ട് ഇൻ. അതായത് ഡ്രോ ഔട്ട് മീൻസ് പുറത്തേക്ക് വികസിപ്പിക്കുക എന്നുള്ള ഒരു മീനിങ്. ആൻഡ് എഡ്യൂക്കേഷൻ മീൻസ് എന്താണ്, ബോത്ത് അക്വിസിഷൻ ഓഫ് നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നോളജും അതുപോലെ തന്നെ എക്സ്പീരിയൻസും അക്വിസൈസ് ചെയ്യുക എന്നാണ്. ആസ് വെൽ ആസ് ഓൾസോ എന്താണ്, ഡെവലപ്മെൻറ്റ് ഓഫ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സൊക്കെ ത്രൂ എഡ്യൂക്കേഷനിലൂടെ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ ടു ലീഡ് എ ഫുൾ ആൻഡ് വർത്ത് വൈൽ ലൈഫ് ഇൻ ദിസ് വേൾഡ് എന്നാണ് പറയുന്നത്. ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ടേമിന് ഒരുപാട് സിനോണിംസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് പെഡഗോഗി, അതായത് വിച്ച് മീൻസ് എന്താണ്, ടു ലീഡ് ദ പീപ്പിൾ എന്നാണ്. ഓൾസോ വിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു നോ എന്നാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡെഫിനിഷൻസ് ഓഫ് എഡ്യൂക്കേഷനാണ്. അതായത് സ്വാമി വിവേകാനന്ദ എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഇസ് ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവൈൻ പെർഫെക്ഷൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ മാൻ എന്നാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ നിലനിൽക്കുന്ന ഒരു ദൈവിക പൂർണ്ണതയാണെന്നാണ് പറയുന്നത്. അത് ഓൾറെഡി മനുഷ്യനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സ്വാമി വിവേകാനന്ദ പറയുന്നത്. സോ സ്വാമി വിവേകാനന്ദ എഡ്യൂക്കേഷനിലൂടെ മീൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ എന്താണ്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മനുഷ്യനിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ദൈവിക പൂർണ്ണതയാണെന്നാണ് സ്വാമി വിവേകാനന്ദ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഗാന്ധിജി എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, ബൈ എഡ്യൂക്കേഷൻ ഐ മീൻ ആൻ ഓൾറൗണ്ട് ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഇൻ ദി ചൈൽഡ് ആൻഡ് മാൻ, ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റാണ്. ഒരു ചൈൽഡിൽ അല്ലെങ്കിൽ ഒരു മാനിലുള്ള ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. അതായത് അതിൽ ഒരു മനുഷ്യനിലുള്ള ഏറ്റവും നല്ലത്, അതായത് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്താണ് ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണെന്നാണ് ഗാന്ധിജി പറയുന്നത്. ഇനി നെക്സ്റ്റ് അരിസ്റ്റോട്ടിൽ എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിലുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സിനെ എന്താണ് സൃഷ്ടിക്കുന്ന ആ ഒരു പ്രോസസ്സാണെന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ക്രിയേഷൻ ഓഫ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. നെക്സ്റ്റ് പെസ്റ്റലോസി എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറലാണ്, അതുപോലെ തന്നെ ഹാർമോണിയസ് ആൻഡ് പ്രോഗ്രസീവ് ഡെവലപ്മെൻറ്റ്സ് ഓഫ് മാൻസ് ഇന്നേറ്റ് പവേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് ഓൾറെഡി മാൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മാനിലുള്ള ഇന്നേറ്റ് പവേഴ്സിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റാണ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, നാച്ചുറലാണ്, ഓൾറെഡി മാനിലുള്ള ഇന്നേറ്റ് പവേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റാണ് എഡ്യൂക്കേഷൻ എന്നാണ് പെസ്റ്റലോസി പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രയാങ്കുലർ പ്രോസസ്സാണ്. അതായത് അതിൽ ആരൊക്കെ ഉണ്ടാവും, ഇറ്റ് ഇൻവോൾവ്സ് ദ ഇൻ്റർപ്ലേ ഓഫ് എഡ്യൂക്കേറ്റർ ഉണ്ടാവും, അതുപോലെ തന്നെ എഡ്യൂക്കാൻറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ആരുണ്ടാവും, സോഷ്യൽ ഫോഴ്സസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് അപ്പോൾ എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലൊരു ടീച്ചർ ഉണ്ടാവും. എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞത് അത് ഒരു സ്റ്റുഡൻ്റ് ഉണ്ടാവും. പിന്നെ ഓൾസോ എന്തുണ്ടാവും, സോഷ്യൽ ഫോഴ്സസ് ഉണ്ടാവും. ഓക്കെ, പഠിപ്പിച്ച് കൊടുക്കുന്ന ആളും അത് സ്വീകരിക്കുന്ന ആളും ഓൾസോ ദി സോഷ്യൽ ഫോഴ്സസ്. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ പ്രോസസ്സാണെന്നാണ് പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ
ഡെഫിനിഷൻ, അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെഫിനിഷൻസ് ടു എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ, അതായത് സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ എന്താണെന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ ആസ് എ ഡിവൈൻ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ് ദൈവിക പ്രക്രിയയായിട്ട് കാണുന്നു. എഡ്യൂക്കേഷൻ ഈസ് എ ഡിവൈൻ പ്രോസസ്സ്. നെക്സ്റ്റ് എന്താണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് എന്താണ് ക്രിയേഷൻ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. പിന്നെ റിയലൈസേഷൻ ഓഫ് ഡിവിനിറ്റി ഇൻ ദ ഇൻഡിവിജ്വൽ, അതായത് ഓരോ വ്യക്തിയിലും ആ ദൈവികതയുടെ തിരിച്ചറിവ് സംഭവിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെ കീ ഐഡിയാസ് എന്ന് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ, സാൽവേഷൻ ആൻഡ് പെർഫെക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതായത് സെൽഫ് റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം തിരിച്ചറിയുക. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ മോക്ഷം. ആൻഡ് പെർഫെക്ഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ആ ഒരു പൂർണ്ണത. അപ്പോൾ ഇതൊക്കെയാണ് കീ ഐഡിയാസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഡെവലപ്മെൻറ്റൽ ഓറിയൻറ്റേഷൻ എന്താണെന്നാണ് പറയുന്നത്. സോ ഡെവലപ്മെൻറ്റൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ആൻഡ് റിയലൈസേഷൻ ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ. അതായത് ഓരോ വ്യക്തിയും എന്താണ് അവരുടെ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ റിയലൈസ് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യുക. അതിനെയാണ് ഡെവലപ്മെൻറ്റൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ടു എൻഹാൻസ് ആൻഡ് ഡെവലപ്പ് ഇൻഹറൻറ്റ് എബിലിറ്റീസ്, അതായത് ഓരോരുത്തരുടെയും ഇൻഹറൻറ്റ് എബിലിറ്റീസ് ബയോളജിക്കൽ പൊട്ടൻഷ്യൽ എന്താണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഓൾറൗണ്ട് ഗ്രോത്ത് ആൻഡ് ഓൾസോ ദ റിയലൈസേഷൻ ഓഫ് പൊട്ടൻഷ്യാലിറ്റീസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കീ കൺസെപ്റ്റായിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ ഓറിയൻറ്റേഷനാണ്. സോഷ്യൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിപ്പയറിംഗ് ദി ഇൻഡിവിജ്വൽ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സൊസൈറ്റി, അതായത് ഓരോ വ്യക്തിയെയും സമൂഹത്തിൽ എന്താണ് പങ്കാളിയാക്കാൻ തയ്യാറാക്കുക. അതാണ് സോഷ്യൽ ഓറിയൻറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യലൈസേഷൻ ആൻഡ് അഡാപ്റ്റേഷൻ ടു എൻവയോൺമെൻറ്റ്, അതായത് സോഷ്യലൈസേഷൻ അതായത് സമൂഹവൽക്കരണം, അതുപോലെ തന്നെ അതായത് ഓരോ എൻവയോൺമെൻറ്റിനോടും അഡാപ്റ്റ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് ട്രെയിനിങ് ഫോർ എഫക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ ലൈഫ്. സോഷ്യൽ ലൈഫിൽ എഫക്റ്റീവ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക. അതാണ് സോഷ്യൽ ഓറിയൻറ്റേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേഷണൽ ഡെഫിനീഷനാണ്. ഓപ്പറേഷണൽ ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആൻഡ് സിറ്റുവേഷൻ സ്പെസിഫിക് ലേണിംഗ്. അതായത് പ്രാക്ടിക്കൽ ആൻഡ് സിറ്റുവേഷൻ സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള പഠനം. അതായത് പറഞ്ഞുതരാം. എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് സ്കിൽസ് ആൻഡ് നോളജ് റിക്വയർഡ് ഫോർ എ സ്പെസിഫിക് കൾച്ചർ ഓർ സൊസൈറ്റി. അതായത് ഒരു സ്പെസിഫിക് കൾച്ചറിനോ ഓർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽസ് അത് എക്വയർ ചെയ്യുക. അത് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ല് പഠിക്കുന്നതിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുക. അതായത് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഹണ്ടിങ്ങും അതുപോലെ തന്നെ ബോട്ടിങ്ങും ഒക്കെ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷനാണ്. അതായത് എഡ്യൂക്കേഷൻ്റെ ഫങ്ഷൻസ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നാച്ചുറൽ എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാം. സെക്കൻഡ് വൺ ക്യാരക്ടർ ബിൽഡിങ്. നെക്സ്റ്റ് വൺ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. നെക്സ്റ്റ് വൺ പ്രിപ്പറേഷൻ ഫോർ അഡൽട്ട് ലൈഫ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ദി സെൻസ് ഓഫ് സിറ്റിസൺഷിപ്പ്. ദെൻ എൻകറേജ്മെൻറ്റ് ടു സോഷ്യൽ വെൽഫെയർ. പിന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ്, പ്രോപ്പർ യൂസ് ഓഫ് ലെഷർ ടൈം, ഡെവലപ്പിംഗ് ഓഫ് ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇതൊക്കെയാണ് ഫങ്ഷൻസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ്റെ എയിംസ് ആണ്. ഫസ്റ്റ് എയിം എന്ന് പറയുന്നത് നോളജ് എയിം. നോളജ് എയിം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് എയിം ആണ്. അതായത് ഇറ്റ് എംഫസൈസ് ദ അക്വിസിഷൻ ഓഫ് നോളജ് ഫോർ ഇറ്റ്സ് ഓൺ സേക്ക്. അതായത് ഓരോരുത്തരുടെ സേക്കിന് വേണ്ടിയിട്ട് നോളജ് എക്സസൈസ് ചെയ്യുന്നതിനാണ് നമ്മൾ നോളജ് എയിം എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നോളജ് എയിമിൽ പറയുന്നത് നോളജ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന്, അതുപോലെ തന്നെ ബെറ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ലൈഫിന്, സോഷ്യൽ എഫിഷ്യൻസി, ക്യാരക്ടർ ഫോർമേഷൻ, സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, ഇതിനൊക്കെ നോളജ് എസെൻഷ്യലാണ്, അത്യാവശ്യമാണ്.
അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, പ്രാക്ടിക്കൽ ഇൻഫോർമേഷൻസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ സ്ക്രാപ്സ് ഓഫ് ഇൻഫോർമേഷൻ. നമ്മൾ ബുക്കിൽ പഠിക്കുന്ന ഓരോ ഇൻഫോർമേഷൻസിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്നാണ് പ്രാക്ടിക്കൽ ഇൻഫോർമേഷൻസിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുത്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൊക്കേഷണൽ എയിമാണ്. വൊക്കേഷണൽ എയിം എന്ന് പറഞ്ഞാൽ സെൽഫ് പ്രിസർവേഷൻ ഈസ് ദ ഇൻഡിവിജ്വൽ ഫസ്റ്റ് നീഡ്. ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഫസ്റ്റ് നീഡ് എന്താണ്, സെൽഫായിട്ട് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നീഡായിട്ട് പറഞ്ഞത്. അപ്പോൾ വൊക്കേഷണൽ എയിമിനെ പറയുന്ന വേറൊരു പേരാണ് ബ്രെഡ് ആൻഡ് ബട്ടർ എയിം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു ആക്ടിവിറ്റി, അതായത് ഓരോരുത്തർക്കും ഏത് ഫീൽഡിലാണോ ഇൻട്രസ്റ്റ് അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കാനും അതിനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനും അതിനെ ഡിസ്കവർ ചെയ്യാനും അത് ക്രിയേറ്റീവ് ആക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഇഷ്ടമുള്ള ഫീൽഡ് മാത്രം നമുക്ക് നോക്കിയിട്ട് അതിനെ കൂടുതൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്പിംഗ് ഇൻ ഡെവലപ്പിംഗ് ദ ഹെഡ്, ഹേർട്ട് ആൻഡ് ഹാൻഡ് അലൈക്ക്. അത് മൂന്നും ഒരുപോലെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആയിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഡ്രോബാക്സ് എന്താണെന്ന് വെച്ചാൽ, ലൈഫിൽ നമ്മൾ ഒരു പ്രൊഫഷൻ ബേസ് നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് മാത്രം പോവാതെ ഒരുപാട് നീഡ്സും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാവും. അതായത് ഒരു ലിവ്ലിഹുഡ് ഏൺ ചെയ്യാന്നതിലുപരി ഓരോ ഇൻഡിവിജ്വലിനും എന്താണ് നമ്പർ ഓഫ് നീഡ്സും ഇൻട്രസ്റ്റൊക്കെ ഉണ്ടാവും. സോ അതൊന്നും ഇവിടെ നടക്കുന്നില്ല. അതാണ് ഒരു ഡ്രോബാക്ക് വരുന്നത്. രണ്ടാമത് എന്ന് പറയുന്നത് ഇറ്റ് എംഫസൈസ് ഓൺലി ഓൺ വർക്ക്. അതായത് മെയിനായിട്ട് എന്താണ് വവർക്കിൽ മാത്രമാണ് എംഫസൈസ് ചെയ്യുന്നത്, ഓർ പ്രൊഡക്ഷൻ ആൻഡ് ഏണിങ് അതിൽ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇത് ഇൻഡിവിജ്വൽ ടെൻ ടു ബി സെൽഫിഷ് ആൻഡ് അതെന്താണ് വൊക്കേഷണൽ എയിം എന്ന് പറയുന്നത് സെൽഫ് സെൻറ്റേർഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ്. ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ മസ്റ്റ് സ്ട്രൈവ് ഫോർ പെർഫെക്ഷൻ ഓഫ് മാൻസ് കോമ്പറ്റൻസീസ് ആൻഡ് ഇൻ ദെയർ കംപ്ലീറ്റ്നെസ് എന്നാണ് പറഞ്ഞത്. അതായത് പെസ്റ്റലോസി എഡ്യൂക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ് എന്ന്. അതുപോലെ തന്നെ ഗാന്ധിജിയും എന്ന് പറയുന്നുണ്ട് ഗാന്ധിജി സ്ട്രെസ് ദ നീഡ് ഫോർ ഡെവലപ്പിംഗ് ദി ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. സോ എന്താണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റിൽ പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് സ്ട്രൈവ് ഫോർ പെർഫെക്ഷൻ ഓഫ് മാൻസ് കോമ്പറ്റൻസീസ് ഇൻ ദിയർ കംപ്ലീറ്റ്നെസ്. എഡ്യൂക്കേഷന് പൂർണ്ണമാവുന്നത് എന്താണ് അതായത് എഡ്യൂക്കേഷൻ മസ്റ്റ് സ്ട്രൈവ് ഫോർ എഡ്യൂക്കേഷൻ എന്താണ് ഒരു മനുഷ്യന് പൂർണ്ണതയിലെത്താൻ എന്താണ് എഡ്യൂക്കേഷൻ വേണം എന്നാണ് പറയുന്നത്. സോ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതാണ് പെസ്റ്റലോസി അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ ഇത്രയാണ് ഹാർമോണിയസ് ഡെവലപ്മെൻറ്റ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കംപ്ലീറ്റ് ലിവിങ് എയിം ആണ്. അത് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ഹെർബർട്ട് സ്പെൻസർ ആണ്. സോ ഇറ്റ്സ് എൻ അറ്റംപ്റ്റ്. കംപ്ലീറ്റ് ലിവിങ് എയിം എന്ന് പറഞ്ഞാൽ അതൊരു അറ്റംപ്റ്റ് ആണ് ടു മേക്ക് ദ എയിം ഓൾ ഇൻക്ലൂസീവ് ആവാനുള്ള ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. സോ അക്കോർഡിംഗ് ടു ഹിം, അതായത് അക്കോർഡിംഗ് ടു ഹെർബർട്ട് സ്പെൻസർ, കംപ്ലീറ്റ് ലിവിങ് എയിം എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് 5 ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആണ്. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ സെൽഫ് പ്രിസർവേഷൻ ആണ്. നെക്സ്റ്റ് വൺ സെക്യൂറിങ് എ വൊക്കേഷൻ, അതായത് ആദ്യം സെൽഫ് പ്രിസർവ് ചെയ്യുക, നെക്സ്റ്റ് ഒരു വൊക്കേഷൻ സെക്യൂർ ചെയ്യുക, and being a worthy member of his home. Next one, contributing one's best to the society, and class 1, utilizing the leisure time profitably. അപ്പോൾ ഇത്രയാണ് കംപ്ലീറ്റ് ലിവിങ് എയിമിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ എന്താണ് ക്യാരക്ടർ എയിം എന്താണെന്നാണ്. ക്യാരക്ടർ എയിം അതായത് ഡ്യൂവിയാണ് മെയിനായിട്ട് അതായത് എയിംസ് ഓഫ് എഡ്യൂക്കേഷനിൽ ക്യാരക്ടർ എയിം കൊണ്ടുവന്നത്. അതായത് ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇസ് എ കോംപ്രഹെൻസീവ് എയിം ഫോർ സ്കൂൾ ഇൻസ്ട്രക്ഷൻ. എന്താണ് അതായത് ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു മാനിനെ ബ്രൂട്ടൽ ലെവലിൽ നിന്നും ഹ്യൂമൻ ലെവലിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. സോ ഡ്യൂവി മാത്രമല്ല ഗാന്ധിജിയും പറഞ്ഞിട്ടുണ്ട് എന്ത് ക്യാരക്ടർ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ എയിം എന്താണെന്നാണ്. സോ അത് ഫോർമുലേറ്റ് ചെയ്തത് ആരൊക്കെയെന്ന് വെച്ചാൽ സർ പേഴ്സി നൺ, റൂസോ ആൻഡ് ഹെർബർട്ടാണ് ഇൻഡിവിജ്വൽ എയിമിനെ മെയിനായിട്ട് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ദ സ്കൂൾ ഈസ് ദ ഫുൾ ആൻഡ് അൺഇംപെഡഡ്
ബിഡഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ ദ ഇന്നേറ്റ് എബിലിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ അദ്ദേഹം ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇൻഡിവിജ്വലിന് ഒരുപാട് ഇന്നേറ്റ് എബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ആണ് സ്കൂൾ എന്നാണ് പറയുന്നത്. സോ അതായത് ഫിസിക്കൽ, ഇൻ്റലക്ച്വൽ, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഒക്കെ അതായത് ഒരു ചൈൽഡിന്, ഓരോ ഇൻഡിവിജ്വലിനും ഒരുപാട് ഇന്നേറ്റ് എബിലിറ്റീസ് ഉണ്ടാവും. സോ അതൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ, അതായത് എന്തൊക്കെ എബിലിറ്റീസ് ഉണ്ടാവും, ഫിസിക്കൽ എബിലിറ്റി, അതുപോലെ ഇൻ്റലക്ച്വൽ, സോഷ്യൽ, ഇമോഷണൽ, അതുപോലെ തന്നെ മോറൽ ഒക്കെ ഉണ്ടാവും. സോ അതൊക്കെ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ എന്താണ് സ്കൂൾ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിലെയും. നെക്സ്റ്റ് പറയുന്നത് സോഷ്യൽ എയിം എന്താണെന്നാണ്. സോഷ്യൽ എയിം അതായത് മെയിനായിട്ട് ത്രൂ റൈറ്റിങ്സ് ഓഫ് ഡ്യൂവിയുടെയും അതുപോലെ തന്നെ ബാംഗ്ലയുടെ റൈറ്റിങ്സിലൂടെയാണ് മെയിനായിട്ട് സോഷ്യൽ എയിമിനെ കുറിച്ച് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദം അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിനെയും എന്താണ് സോഷ്യലി എഫിഷ്യൻ്റ് ആക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ എയിം പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു 7 എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ടോപ്പിക്ക് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ MCQs എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വൺ, ദ വേർഡ് എഡ്യൂക്കെയർ മീൻസ് എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് മീനിങ് ഓഫ് എഡ്യൂക്കേഷനിൽ പറഞ്ഞു എന്താണ്, ടു നറിഷ് എന്നാണ്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദ സിനോണിം ഓഫ് ദ വേർഡ് എഡ്യൂക്കേഷൻ പെഡഗോഗി. അതായത് എഡ്യൂക്കേഷൻ്റെ സിനോണിമാണ് പെഡഗോഗി. അതിൻ്റെ മീനിങ് എന്താണെന്നാണ്. സോ അതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി, to lead the people. Third one, education is the manifestation of divine perfection which is already existing in man. അത് ആരാണ് പറഞ്ഞത് എന്നാണ് നമുക്കറിയാം. ഇത് സ്വാമി വിവേകാനന്ദാണ് പറഞ്ഞത്. എഡ്യൂക്കേഷൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് വൺ, എഡ്യൂക്കേഷൻ ഈസ് ദ ഇൻ്റർപ്ലേ ഓഫ് ആരൊക്കെയാണ്? ദ എഡ്യൂക്കേറ്റർ, ഓപ്ഷൻ ബി ദ എഡ്യൂക്കൻറ്റ്, നെക്സ്റ്റ് ദ സോഷ്യൽ ഫോഴ്സസ് ആൻഡ് ഓൾ ഓഫ് ദ ത്രീ. ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ ത്രീ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേറ്റർ ഉണ്ടാവും, എഡ്യൂക്കൻ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ സോഷ്യൽ ഫോഴ്സസ് ഉണ്ടാവും. നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അരിസ്റ്റോട്ടിൽ define education is the creation of sound mind in a sound body, and Spencer, education is a complete living in the method. ഓപ്ഷൻ എന്താണ്? സി ആണ്. ബോത്ത് ആർ ട്രൂ. രണ്ടും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് വൺ, which orientation concentrates self-realization, salvation, perfection of human beings. ഏത് ഓറിയൻറ്റേഷൻ ആണെന്നാണ് പറയുന്നത്? സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ, ഓപ്ഷൻ എ. നെക്സ്റ്റ് വൺ, which aim is also known as bread and butter aim. നമ്മൾ പറഞ്ഞിരുന്നു വൊക്കേഷണൽ എയിം, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് നോക്കാം. അതായത് സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ ഏതായിട്ടാണ് വരിക? സ്പിരിച്വൽ ഓറിയൻറ്റേഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഡിവൈൻ റിയലൈസേഷൻ. നെക്സ്റ്റ് വൺ, ഡെവലപ്മെൻറ്റൽ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി പേഴ്സണൽ ഗ്രോത്ത് ആണ്. സോഷ്യൽ ഓറിയൻറ്റേഷൻ, ദാറ്റ് ഈസ് ദ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ. നെക്സ്റ്റ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി പ്രാക്ടിക്കൽ സ്കിൽസ്. നെക്സ്റ്റ് 9th question. If education helps an individual recognize his or her innate abilities, then which aim is this? അതാണ് ഓപ്ഷൻ 9 പറയുന്നത്. ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 9 പറയുന്നത് ഇഫ് എഡ്യൂക്കേഷൻ ഹെൽപ്സ് ആൻ ഇൻഡിവിജ്വൽ റെക്കഗ്നൈസ് ഹിസ് ഓർ ഹെർ ഇന്നേറ്റ് എബിലിറ്റീസ്, അങ്ങനെയാണെങ്കിൽ ദെൻ വിച്ച് എയിം ഈസ് ദിസ് എന്നാണ് പറയുന്നത്. ആൻസർ ഓപ്ഷൻ എ, ഇൻഡിവിജ്വൽ എയിം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഫോർമുലേറ്റ് ദ കംപ്ലീറ്റ് ലിവിങ് എയിം? കംപ്ലീറ്റ് ലിവിങ് എയിം ആരാണ് ഫോർമുലേറ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഹെർബർട്ട് സ്പെൻസർ. ആൻഡ് ദാറ്റ്സ് ഓൾ. താങ്ക് യു.